കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ആദി അവിടെ തന്നെയുണ്ട്. നീ പോയില്ലേ? ഇല്ല. എന്താ കാര്യം? എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ടാകുമ്പോഴാണ് നൈറ്റ് ഞങ്ങൾ കൂടാറ്. എന്താടാ നിന്റെ പ്ലാൻ? വിവേക് ഇപ്പോൾ നല്ല കളിയാണ്. നമ്മളോട് പറഞ്ഞു വെച്ച പ്രോഡക്റ്റൊക്കെ അവരുടെ കമ്പനിക്ക് കൊടുത്തു. അവൻ കളിക്കട്ടെടാ. അവൻ്റെ അവസാന നാളെടുത്തു. അപ്പോൾ അവൻ നന്നായി കളിക്കട്ടെ. ഇപ്പോൾ ഓഫീസിൽ വരുന്നുണ്ടെങ്കിലും നിന്റെ മൈൻഡ് ഇപ്പോൾ അവിടെ ഒന്നും അല്ല കേട്ടോ. ആദ്യം പറഞ്ഞതും ഞാനൊന്ന് നന്നായി ഇളിച്ചു കൊടുത്തു. അല്ല, ആമിയോട് പറയുന്നില്ലേ? പറയാം, സമയമുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ പോട്ടെടാ. എന്താന്ന് വെച്ചാൽ ചെയ്. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എൻ്റെ പെങ്ങളെ ഇന്നെങ്ങാനും വളയ്ക്കോ? സമയമുണ്ടല്ലോ. അവൻ അതും പറഞ്ഞ് പാതി കരഞ്ഞ എക്സ്പ്രഷൻ ഇട്ടതും ഞാൻ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. നല്ല ആങ്ങള, വേറെ എവിടെ കിട്ടും? അതാണളിയാ അളിയൻ. പോടാ നാറി. നിന്റെ പെങ്ങളെ സഹിക്കണ എനിക്കൊരു അവാർഡ് തരണം. അവളേക്കാൾ വലിയ എന്ത് അവാർഡാടാ മോനെ നിനക്കുള്ളത്? ഒരു അവാർഡ്? പോടാ, ഞാൻ പോവുക. അതും പറഞ്ഞ് ആദി പോയി. നന്ദുവിനോട് പറഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അവളോട് ഒന്ന് പറയാഞ്ഞിട്ട് അവനിട്ട് സമാധാനവും ഇല്ല. അതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പ്രശ്നം. ഇവരുടെ കാര്യമൊന്ന് പെട്ടെന്ന് ശരിയാക്കണമേ. പിന്നെ ഓഫീസിലെ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വന്നത്. അറിയാത്ത നമ്പറാണ്. ഹലോ മോനെ, ഞാൻ മഹിയാണ്, ആമിയുടെ അച്ഛൻ. അച്ഛനാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ചു നേരം അച്ഛനോട് സംസാരിച്ചു. നാളെ അവിടേക്ക് വരാനാണ് പറഞ്ഞത്. പിന്നെ ഫുഡ് കഴിക്കാൻ താഴോട്ട് പോയി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാളിലിരുന്നു. ഇത് പതിവാണ് കേട്ടോ. വർക്ക് കുറവുള്ള ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ആദിയുണ്ടാകും. രുദ്ര, ആമിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. നാളെ അവിടെ വരെ നിങ്ങൾക്ക് ക്ഷണമുണ്ട് കേട്ടോ. ഞാനത് പറയാൻ മറന്നു. എന്നെയും വിളിച്ചു. എന്നാ നാളെ രാവിലെ തന്നെ പൊക്കോ. അമ്മ പറഞ്ഞു കേട്ട് ആമി ഭയങ്കര സന്തോഷത്തിലാണ്. മോൾക്കും ഉണ്ടാവില്ലേ അവിടേക്ക് പോണോന്ന്? എങ്ങനെ പറയുമെന്ന് കരുതി നിൽക്കുക അല്ലേ ആമി? അവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസമായിട്ടും അവളെ വീട്ടിലേക്ക് കൊണ്ടാകാത്തതിൽ എനിക്കും പാവം തോന്നി. ഇനി അവരെ എന്നാ ഇവിടേക്ക് ക്ഷണിക്കുക സീതാമ്മയാട്ടോ ചോദിച്ചേ. ഇതൊന്ന് കഴിയട്ടെ, പിന്നെ അവരുടെ സൗകര്യം പോലെ വിളിക്കാം. ഇപ്പം തന്നെ വൈകി, ഇനിയും നീട്ടിക്കൊണ്ടോണ്ടാട്ടോ. ഈ ആഴ്ചയിൽ തന്നെ വിളിക്കാം, അതാണ് നല്ലത്. അത് തന്നെയാ നല്ലത്. നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു ഒഴിവ് ദിവസം നോക്കി ഇവിടേക്ക് വരാൻ പറയ്. ഒരു ദിവസം തീരുമാനിച്ച് പോന്നാ മതി രുദ്ര. പറയാം സീതാമ്മേ. സീതാമ്മ പറഞ്ഞുകൊണ്ട് അമ്മയും യോജിച്ചു പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആമി മോളെ, പോക. അമ്മ അതും പറഞ്ഞ് അവളെ എൻ്റെ കൂടെ വിട്ടു. ആമി, അമ്മ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നിലത്തൊന്നുമല്ല. അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ചെകുത്താനോട് എങ്ങനെ പറയും എന്നായിരുന്നു പേടി. ആ ചെകുത്താൻ്റെ കൂടെ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സംഭവമൊക്കെ പാടെ വിട്ട് വീട്ടിൽ പോകുന്ന സന്തോഷത്തിൽ ചാടി തുള്ളിപ്പോന്നു. എൻ്റെ വരവ് കണ്ട് ചെകുത്താൻ ഒന്ന് നോക്കിയപ്പോൾ നന്നായി ഒന്ന് ഇളിച്ചു കൊടുത്തു. ഞാൻ വേഗം ബെഡിൽ സീറ്റ് പിടിച്ചു. നാളെ അമ്മയും അച്ഛനെയും കാണുന്നതൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ വേഗം എണീറ്റ് അടുക്കളയിൽ പോയി. പണികളൊന്നും എനിക്കില്ലെങ്കിലും അങ്ങനെ ഇട്ടേച്ചു പോണത് മോശമല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഹെൽപ്പ് ആകാമെന്ന് വിചാരിച്ചു. ഇന്നെന്താ മോള് നേരത്തെ? ഒന്നുമില്ല സീതാമ്മേ. അങ്ങനെ ഒന്നുമില്ലെന്ന് പറയണ്ട, വീട്ടിൽ പോണോണ്ടാണല്ലോ. സീതാമ്മേ, അവിടേക്ക് പോകാൻ കൊതിയാവുക. എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതിന് മോള് നേരത്തെ വന്നത് എന്തിനാ? എന്തായാലും ചായ ഇന്നാ മോനും കൊണ്ടേ കൊടുക്ക. ഇപ്പോഴേ ഒരുങ്ങിയാലേ വേഗം കഴിയൂ. അപ്പോ സഹായിക്കണ്ടേ? ഞാനൊന്ന് ഇളിച്ചോണ്ട് ചോദിച്ചു. അയ്യോ വേണ്ട മോളെ. സീതാമ്മയുടെ കവളിൽ ഒന്ന് പിച്ചി ചെകുത്താനുള്ള ചായയുമായി റൂമിൽ പോയി. നല്ല ഉറക്കാണ്. ബട്ട് ഇപ്പൊ വിളിച്ചാലും വിളിച്ചില്ലേലും പ്രശ്നമാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ചു വിളിച്ചു. പേടിച്ച പോലെ കലിപ്പായൊന്നുമില്ല. പിന്നെ വേഗം ഒരുക്കം തുടങ്ങി. വലിയ പുട്ടിപ്പണികളൊന്നുമില്ല. നന്ദു എടുത്ത പിങ്ക് കളർ ടോപ്പ് എടുത്തിട്ടു. കണ്ണെഴുതി പൊട്ട് തൊട്ട് ജസ്റ്റ് പൗഡർ, അത്രേ ഉള്ളൂ.
ബട്ട് അതിവിടെ ഇല്ല. അതുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് പോയി ടച്ചപ്പ് ഒക്കെ ചെയ്തു. റൂമിൽ വന്നു. ഭർത്തു കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ നേരെയാക്കുകയാണ്. അതെ, ഞാൻ ഒന്ന് തോണ്ടി വിളിച്ചതും ഒന്നും മിണ്ടാതെ കണ്ണാടിയിലൂടെ നോക്കി. അതെ, ഒന്ന് നോക്കേ. ഞാൻ വിളിക്കുന്നുണ്ടെന്നല്ലാതെ ഒന്ന് മൂളുന്നത് പോലുമില്ല. കണ്ണാടി ഉണ്ടെന്ന് കരുതി ഇത്രയ്ക്ക് അഹങ്കാരം പാടുമോ? എന്നെ ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്? അപ്പോഴും കണ്ണാടിയിൽ കൂടെ ഒന്ന് നോക്കി. നല്ല കോലം എന്ന് പുച്ഛിച്ച് പറഞ്ഞു ദുഷ്ടൻ. ഇത്രയും ഒരുങ്ങിയത് ഇങ്ങേരെ കാണിക്കാനല്ലേ? എന്നിട്ടൊന്നും മൈൻഡ് ആക്കുന്നു പോലുമില്ല. ദേഷ്യം വന്നപ്പോൾ കണ്ണാടിയുടെയും എൻ്റെ ഭർത്തുവിൻ്റെയും ഇടയിൽ അങ്ങ് കയറി നിന്നു. അല്ല പിന്നെ, ഇതൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്തു ഞെട്ടി നോക്കുന്നുണ്ട്. പിന്നെ ഞെട്ടൽ മാറി നോക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ഞാൻ എന്താ ചെയ്തെന്ന് ബോധം വന്നത്. 1 ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരാവേശത്തിൽ ചെയ്തതാ. ഇപ്പോൾ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ പറയണ്ട, ഇപ്പം പൊട്ടും. ഞാൻ മെല്ലെ താഴ്ന്നു പോരാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഒരു ഞെട്ടലോടെ നോക്കി. മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ഇപ്പോൾ എൻ്റെ കഴുത്തിലാണ് നോക്കുന്നത്. എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തതും എൻ്റെ വയറിലൂടെ ഒരു കറണ്ട് പാസ്സായി. ഒരു കൈ ഷാളിലും മറുകൈ ഭർത്താവിൻ്റെ തോളിലും പിടിമുറുക്കി. എൻ്റെ കഴുത്തിൽ ഒരു മറുകുണ്ടായിരുന്നു. അതിൽ അങ്ങേറെ ചുണ്ടമർന്നു. എന്നിൽ ഒരു മിസൈൽ അങ്ങ് പോയി. പിന്നെ എൻ്റെ മേലിലെ പിടിവിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് മുടി ഒന്നുകൂടി സെറ്റാക്കിപ്പോയി. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? എൻ്റെ കൃഷ്ണ, ഞാൻ ചിന്തിക്കാതെ ഇരുന്നില്ല. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ തല കുടഞ്ഞ് അങ്ങേര് പോയി. എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ്. ആദ്യം ജോണിലെ സോങ് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. എന്നാലും ഒന്നും പറയാതിരിക്കാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ ഭർത്തു ആണെങ്കിൽ ഒന്ന് നോക്കുന്നത് പോലുമില്ല. പിന്നെ വെറുതെ അങ്ങ് കയറി ചൊറിയാൻ നിൽക്കാതെ നേരത്തെ നടന്നതൊക്കെ ആലോചിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് കാർ നിർത്തി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നു എൻ്റെ ഭർത്തു. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ എൻ്റെ വീട്ടിലെത്തി. ഉമ്മറത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് കൂടെ ഉള്ളതിനെ ഒന്നും നോക്കാതെ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ഓഹോ, നിനക്ക് പിന്നെ നിന്റെ അച്ഛനെ വല്ലേ പറ്റൂ? നമ്മൾ അച്ഛനെ കെട്ടിപ്പിടിച്ച സ്നേഹപ്രകടനമാണ്. എൻ്റെ അമ്മക്കുട്ടിക്ക് കുശുമ്പാണ്. അങ്ങനെ പറയല്ലേ എൻ്റെ അമ്മക്കുട്ടിയെ. അമ്മ എൻ്റെ പൊന്നല്ലേടി. ഓഹോ, വേണ്ട നിന്റെ സോപ്പിങ്. അമ്മയുടെ താടിത്തുമ്പിൽ പിടിച്ച് കൈക്ക് തട്ടി മാറ്റി അമ്മ മുഖം വീർപ്പിച്ച് നിന്നതും എനിക്ക് ചിരി വന്നു. നോക്കിയപ്പോൾ എൻ്റെ കലിപ്പൻ ഭർത്തു ഇതാ ചിരിച്ചോണ്ട് അച്ഛനോടൊപ്പം നിൽക്കുന്നു. ഇങ്ങേര് അന്യൻ വല്ല ആണോ? അയ്യേ, ഈ അമ്മ ഇതെന്താ പിള്ളേരെ പോലെ? അമ്മ ഇങ്ങ് വന്നേ, എനിക്ക് വേറെ ഒരു അമ്മയെ കിട്ടി. കുറെ പറയാനുണ്ടെന്നേ. അമ്മേനെയും കൂട്ടി അടുക്കളയിലേക്ക് പോന്നു. എൻ്റെ ഭർത്തുവിന് കൊടുക്കാൻ ജ്യൂസൊക്കെ റെഡിയാക്കിയിരിക്കുക. എനിക്കില്ലേ, എടുത്തോ, കുടിച്ചോ. ഇതെന്ത് കഷ്ടാണമ്മേ, ഒരു മോനെ കിട്ടിയപ്പോ പിന്നെ മോളെ വേണ്ടേ? നിനക്ക് നിന്റെ അച്ഛനെ പോരെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് സന്തോഷം കൊണ്ടല്ലേ അമ്മേ, അത് വിട്. ഓ ആയിക്കോട്ടെ, ഇത് പോയി മോന് കൊടുക്ക്. വേണമെങ്കിൽ പോയി കൊടുത്തോ, എനിക്ക് സൗകര്യമില്ല. അല്ല പിന്നെ എന്നോട് ഇപ്പൊ പുച്ഛം. വേറൊരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ഞാൻ പോന്നു. ഹാളിൽ അച്ഛനും മരുമോനും കത്തിയടിയാണ്. എന്താ മോളെ, മോനെ കൂട്ടാതെയാണോ കയറിപ്പോവുക? ഞാൻ എടുത്തോണ്ട് വരണം അല്ലേ? ഇള്ളാക്കുട്ടിയല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും പുറത്ത് അത് അച്ഛന് ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞ് എൻ്റെ റൂമിൽ പോകാൻ പടി കയറി. ആമി, മോനെയും കൊണ്ടുപോ, ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ. അച്ഛൻ അതും പറഞ്ഞു നിന്നതും അമ്മ വേഗം ജ്യൂസായി വന്നു. അപ്പോൾ ഭർത്തു അത് കുടിച്ച് അവിടെ തന്നെ ഇരുന്നു. എൻ്റെ ജ്യൂസ് കയ്യിലുണ്ട്, അത് കുടിക്കാൻ മറന്നുപോയി. വേഗം അതും കുടിച്ച് ഗ്ലാസ് അമ്മയ്ക്ക് കൊടുത്തു. എനിക്ക് എടുത്തു തരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് കൊണ്ടുപോയി വെക്കട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഭർത്തുവിൻ്റെ കഴിഞ്ഞതും ഞങ്ങൾ റൂമിൽ പോയി. എൻ്റെ റൂം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. റൂമിൻ്റെ കോലം പെറ്റ തള്ള സഹിക്കൂല, അങ്ങനെയായിരുന്നു. അവിടേക്ക് എൻ്റെ ഭർത്തു കയറി വന്ന ഞാൻ നാണം കെടും. അതുകൊണ്ട് വേഗം ഓടി മെല്ലെ തലയിട്ട് നോക്കിയപ്പോൾ സമാധാനായി. അമ്മ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്, ഭാഗ്യം. റൂമിൽ കയറിയപ്പോൾ എൻ്റെ ഭർത്തു മുഴുവനായി ഒന്ന് കണ്ണോടിച്ചു.
ഞാൻ പിന്നെ അത് നോക്കി നിൽക്കാതെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. ഭാഗ്യം ഒക്കെ അവിടെ ഉണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയ 2 ടോപ്പ് എടുത്ത് മാറ്റി വെച്ചു. പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. അപ്പോൾ മറക്കരുതല്ലോ. അപ്പോഴേക്കും ഭർത്തു ഫ്രഷ് ആക്കാൻ കയറി. ഞാൻ പിന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ അവിടെയൊക്കെ ഒന്ന് നിരീക്ഷണം നടത്തി. ഭർത്താവ് ഫ്രഷായി വന്നപ്പോഴേനും ഞാൻ ഫ്രഷായി താഴേക്ക് പോന്നു. 2 പേരും ഞങ്ങളെ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. മക്കൾ വന്നോ? ഫുഡ് എടുക്കട്ടെ രുദ്ര? ആഹാ, എന്താ അമ്മയുടെ സ്നേഹം. എന്നോട് ചോദിച്ചില്ല. പാവം ഞാൻ. വേണ്ടമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാ വന്നിരിക്കേ. ആമി, അവൻ്റെ കൂടെ ഇരിക്കേ. അച്ഛൻ പറഞ്ഞപ്പോൾ ഓന്ന് പറഞ്ഞ് പുച്ഛിച്ച് പോയിരുന്നു. അവിടെ ഇവളെന്തേലും ഒപ്പിക്കുന്നുണ്ടോ രുദ്ര? അച്ഛാ, എനിക്ക് അവിടെ സുഖാണോ എന്ന് ചോദിക്കാതെ വേറെ ഓരോന്നും ചോദിക്കുന്നോ? അല്ലെങ്കിലും ഞാൻ പോയപ്പോൾ നിങ്ങൾ ഹാപ്പി ആണല്ലോ. അച്ഛൻ്റെ ചോദ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ മോൾക്ക് അവിടെ സുഖാണെന്ന് നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും മോളെ. നീ വാടിയാൽ ഞങ്ങൾക്കറിയില്ലേ? എന്നാ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. നല്ല കുട്ടിയാണ് കേട്ടോ. ആണോ രുദ്ര? ഇതുവരെ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നെ കളിയാക്കിക്കൊണ്ട് എൻ്റെ ഭർത്തു പറഞ്ഞത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. ആമിയേ, തോന്നലുള്ളല്ലോ. അപ്പോൾ അച്ഛൻ ആക്കിക്കൊണ്ട് പറഞ്ഞതും അപ്പോൾ ഒലക്ക. വെറുതെ ഓരോന്നും പറയണ്ട. അതും പറഞ്ഞ് പുച്ഛിച്ചിരുന്നെങ്കിലും പിന്നെ അവിടെ മുഴുവൻ എന്നെക്കുറിച്ച് പറയലായിരുന്നു പണി. രുദ്ര, വിവേക് പിന്നെ ഇവിടേക്ക് വന്നിരുന്നു. അച്ഛൻ്റെ സീരിയസ് ആയിട്ട് ഭർത്താവിനോട് പറഞ്ഞതും എനിക്ക് കുറച്ചൊക്കെ പേടിയായി. ഞാൻ 2 പേരെയും മാറി മാറി നോക്കി. അവൻ്റെ കാര്യം വിട്ടേക്കച്ച. ഭർത്തു അതിനെപ്പറ്റി പറയാതെ പിന്നെ അവരുടെ ജോലിയും മറ്റുമായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ പിന്നെ അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. ഭർത്തുവിൻ്റെ അമ്മയെ പറ്റിയൊക്കെയാണ് അമ്മയുടെ ചോദ്യം. അമ്മയും സീതാമ്മയും നന്ദുവിനെയും ആദീനെയും കുറിച്ചൊക്കെ നല്ലോണം അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ അങ്ങ് ഒരു കൊട്ട ഉപദേശമായിരുന്നു. നമുക്കിതൊക്കെ എന്ത്? അതൊന്നും മൈൻഡാക്കാതെ അവിടെയുള്ള ബേക്കറിയൊക്കെ എടുത്ത് തിന്ന് അവിടെ തന്നെ ഇരുന്നു. രുദ്രൻ ആമിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടതുകൊണ്ടാ അച്ഛനോട് വിവേകിനെ പറ്റി ഒന്നും പറയാതിരുന്നത്. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് അമ്മയും ആമിയെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ വിവേകിന്റെ കാര്യം ചോദിച്ചു. വിവേക് വന്നിട്ട് എന്താ അച്ഛാ പറഞ്ഞത്? അവന് എൻ്റെ മോളെ എങ്ങനെയാണെങ്കിലും തട്ടിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അച്ഛന് പേടിയുണ്ടടാ എൻ്റെ മോൾ. അച്ഛൻ പേടിക്കണ്ട. അവന് കൊടുക്കാനല്ലേ ഞാൻ അവളെ കെട്ടിയത്. അവളെ ആരും ഒന്നും ചെയ്യില്ല. ഇതെൻ്റെ ഉറപ്പാണ്. അച്ഛന് ഞാൻ വാക്ക് തരാം. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ പെണ്ണ അവൾ. ഞാനത് പറഞ്ഞപ്പോൾ നിറപുഞ്ചിരിയോടെ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. നിന്നെപ്പോലെ ഒരു ഭർത്താവ് എൻ്റെ മോളുടെ ഭാഗ്യമാണ്. ആമി എൻ്റെ ഭാഗ്യമല്ല അച്ഛാ. അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാ. ഒറ്റ മോളല്ലേ ലാളിച്ചു വളർത്തിയത്. എന്തേലും കുരുത്തക്കേട് കാട്ടിയാ ക്ഷമിക്കണം. എപ്പോഴും വേണ്ട. അച്ഛൻ ചിരിച്ചോണ്ടത് പറഞ്ഞതും ഞാൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചിരിയുടെ വേളിയും കൂടിയതുകൊണ്ട് അമ്മയും അവളും വന്നു. ചിരി കൺട്രോൾ ചെയ്തിരുന്നു. ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട് എൻ്റെ ഭാര്യ. ഞാൻ അത് മൈൻഡാക്കാതെ അമ്മയ്ക്ക് ഒരു ചിരിയും പാസ്സാക്കിയിരുന്നു. എന്താ ഇങ്ങനെ ചിരിക്കാൻ മാത്രം? നമ്മുടെ മോളെക്കുറിച്ച് പറയായിരുന്നു. ഒക്കെ ഇനിയും ഇവനറിയണ്ടേ? അച്ഛൻ അതും പറഞ്ഞതും ആമി ദേഷ്യത്തിൽ നോക്കി ചവിട്ടിത്തുള്ളിപ്പോയി. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം മടങ്ങി. അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഒരിക്കലാവാന്ന് പറഞ്ഞു. ആമി കുറേ കരഞ്ഞാണെങ്കിലും പോന്നു. അത്യാവശ്യം കുറച്ച് അവളെ സാധനമൊക്കെ അവൾ എടുത്തിട്ടുണ്ട്. കല്യാണത്തിൻ്റെ അന്ന് അവളുടെ ഫോൺ നിലത്തു വീണ് പൊട്ടിയത്രേ. അതില്ലാത്തതിൻ്റെ സങ്കടമാണ് അവൾക്ക് കൂടുതലെന്ന് തോന്നി. എൻ്റെ ഫോൺ പൊട്ടിച്ചതെന്ന് പറഞ്ഞ് പോരാൻ നേരത്ത് അതിന് തല്ലുകൂടിയാണ് വന്നത്. ഇതെന്താ ഇവിടെ? അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇനി എന്തായാലും അതെടുത്തു പോകാമല്ലോ. നിനക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്തതല്ലേ, പോയി എടുക്ക്. അയ്യോ, ഒറ്റയ്ക്കോ? നിങ്ങളും വായോ. ഞാനും ആദ്യം കൂടി തുടങ്ങിയ ഷോപ്പാണിത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മാനേജർ വന്നു. സാർ, എനിത്തിങ് പ്രോബ്ലം? എനി ഒഫീഷ്യൽ മാറ്റർ? നത്തിങ്. ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. എന്നേക്കാൾ ചെറുപ്പമാണ് ഇവിടുത്തെ മാനേജർ. അവർക്ക് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ആമിയെയും കൂട്ടി ഗേൾസ് സെക്ഷനിലേക്ക് പോയി. അവള് അവിടെ ആക്കി ഞാൻ കുറച്ച് മാറി നിന്നു. കൂടെ മാനേജറും പോന്നു. സാർ, ഹു ഈസ് ദിസ്? മൈ വൈഫ്. ഓ, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ സാർ. പെട്ടെന്നായിരുന്നു. അവള് പോലും അറിഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് അവനൊന്ന് സൈറ്റ് അടിച്ചു കൊടുത്ത് ആമിയുടെ കൂടെ ഡ്രസ്സ് നോക്കാൻ നിന്നു.